എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. അവിടെ ഒരു പോർച്ചിൻ്റെ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്ന കാര്യം. അവിടെ കുറച്ച് ആദ്യം കോൾ വിളിച്ചിട്ട് കുറച്ച് അതിൻ്റെ ബീഡിങ് സെക്ഷൻ കുറച്ച് ലീക്കൊക്കെ ഉണ്ട്, അതൊന്ന് മാറ്റി റെഡിയാക്കി തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ വന്നു, അതെല്ലാം ഒന്ന് അഴിച്ച് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അത് ഫുള്ള് ഡാമേജാണ്. ഏകദേശം 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ പോർച്ച് പറഞ്ഞത്. പോളികാർബൺ ഇട്ട് വെച്ചിട്ട് 2mm ഷീറ്റ് ഇട്ടേക്കുന്നു. കാര്യം പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യുന്ന കാര്യം, പോളികാർബൺ ഇടുന്ന ആൾക്കാർ പ്രത്യേകം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് മാക്സിമം ഗ്യാരണ്ടി എന്ന് പറയുന്നത് എത്ര വർഷമാണ്, എങ്ങനെ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ മറ്റൊരു ദോഷകാര്യത്തിന് വേണ്ടല്ല എന്നുള്ള കാര്യം അറിയുക. എന്തായാലും ഞങ്ങൾ ആ പരിപാടി പുറയിൽ അവർ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പോളികാർബണെല്ലാം അഴിച്ച് ടോട്ടൽ വേസ്റ്റാണ്, എടുത്ത് കളയാന്നുള്ളൂ, വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ ഇനി എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഞങ്ങൾ ഷീറ്റ് വേറെ GA ലൈനറോ അല്ലെങ്കിൽ GA ട്രഫോണിൻ്റെ ഷീറ്റോ അവരെ മേടിച്ച് ഇടാനായിട്ടാണ് ശ്രമിക്കുന്നത്. പിന്നെ അതിനകത്ത് ഏതാണ് നമുക്കിപ്പോൾ സ്റ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല പെട്ടെന്ന്. കാരണം ഇതൊരു അവധി സീസണാണ്, അവധി നടക്കുന്ന സമയമായതുകൊണ്ട് കിട്ടുമെന്ന് അറിയത്തില്ല. എന്നാലും താഴെ ഇലക്ട്രിക്കിൻ്റെ ബോക്സൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മേളിൽ ഷീറ്റ് ഇട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. അത് 1 ഡേ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു, അത് 1 ഡേ കൊണ്ട് തന്നെ തീർക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്തായാലും ബാക്കി നിങ്ങൾ വഴിയെ കണ്ടു നോക്കും. പോളികാർബണിൻ്റെ ഏത് കളറുള്ള ഷീറ്റ് ഇട്ടാലും ഇതിൻ്റെ മുകളിൽ എന്താണ് ഒരു 3-4 വർഷം കഴിയുമ്പോൾ സംഭവിക്കുക എന്നുള്ള കാര്യം എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. പായൽ പിടിക്കും, കറുത്ത ഫംഗസ് ഉണ്ടോ അങ്ങനെ പിടിക്കും. ഇതൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണമെന്നാണ് ഞാൻ എപ്പോഴും നമ്മുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടെല്ലാം പറയാറുള്ളൂ. എത്രത്തോളം അത് പോസിബിൾ ആകുമെന്ന് നമുക്കറിയത്തില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബോൾട്ടുകൾ, ഈ ഭാഗത്തൊക്കെ ബോൾട്ടുണ്ട്, ഈ കയ്യെത്തി ഒന്നും വരുന്നില്ല, ഈ ഭാഗത്തിൽ ബോൾട്ടുണ്ട്. ആ ബോൾട്ടുകളെല്ലാം പൊട്ടിപ്പോയിരിക്കുകയാണ്. ബോൾട്ടല്ല, ഷീറ്റ്, ബോൾട്ട് അടിച്ച ഭാഗം ഷീറ്റ് മൊത്തം. ഇത് പ്രത്യേകിച്ച് 2mm ഷീറ്റ് ഇട്ടിരിക്കുന്നത്. 2mm ഷീറ്റിന് ഒട്ടും തന്നെ ലാസ്റ്റിംഗ് ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ വർക്കിൽ എപ്പോഴും നമ്മൾ 3mm ഷീറ്റ് റെഫർ ചെയ്യുന്നത്. ഓരോ അവസ്ഥയും 10,000-50,000 രൂപയുടെ സാധനങ്ങൾ പെട്ടെന്ന് 2-3 വർഷം പോലും ഉപയോഗിക്കാൻ കഴിയാതെ ഡാമേജ് ആയി പോകുന്നത് ഭയങ്കര ദുരന്തമാണ്. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചില മുട്ടൻ കോമഡികൾ കാണും. 1 സൈഡ് പില്ലർ പോർച്ച് വന്നിട്ട് പോർച്ചിന് ഷെയ്ക്കിങ് ആട്ടം വന്നു കഴിഞ്ഞാൽ അവിടെ പറയും അപ്പുറത്തെ വീട്ടിൽ പണിത് വെച്ചിരിക്കുന്ന പോർച്ചിന് ആട്ടമില്ല, നിങ്ങൾ പണിത് വെച്ചതിന് ആട്ടം വരുന്നുണ്ട്, അതങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറയും. ഞങ്ങളിതുവരെ പണിത പോർച്ചിലൊന്നും അങ്ങനെ ആട്ടം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. കാര്യം നമ്മളങ്ങനെ 1 സൈഡ് പില്ലർ തന്നെയാക്കി അങ്ങ് നിർത്തിയിട്ടില്ല. എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്ത് അതിനെ ഉറപ്പിച്ച് നിർത്തിയിട്ട് മാത്രമേ നമ്മൾ പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പരാതി കേൾക്കേണ്ടി വരുമെന്നുള്ള കാര്യം നമുക്കറിയാം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിൽ 1 സൈഡ് പില്ലർ ഇട്ട് പോർച്ച് പണിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ പോർച്ചിന് ഷേക്കിംഗ് ഉണ്ടാവും. അല്ല അത് അവരുടെ കുഴപ്പമല്ല, പണിയുന്ന ആൾക്കാരുടെ കുഴപ്പമല്ല എന്നുള്ള കാര്യം വിചാരിച്ചോണം. എവിടെയെങ്കിലും ഒരു സപ്പോർട്ട്, ആട്ടം വരാതിരിക്കാനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതായിരിക്കും. അത് ട്യൂബായിട്ടോ അല്ലെങ്കിൽ ലോക്കിംഗ് സിസ്റ്റമായിട്ടോ തരും. മാക്സിമം ചെയിൻ ഡ്രോപ്പ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ആട്ടമല്ല. ഓക്കെ.
അങ്ങനെ പോർച്ചിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ, എല്ലാം കഴിഞ്ഞ് ഓക്കെ ആക്കി. അപ്പം ഈ ഒരു കാര്യത്തിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം കൂടി ഉള്ളൂ. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. പോളികാർബൺ പോലുള്ള ഷീറ്റ് ഇട്ട് നിങ്ങൾ പോർച്ചുകളെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉള്ള ഷീറ്റ് തന്നെ മേടിച്ച് കനമുള്ളത് മേടിച്ചിടാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കൃത്യമായി ബീഡിങ്, അലുമിനിയത്തിൻ്റെ ബീഡിങ് ചാനലുകൾ തന്നെ ഉപയോഗിച്ച് അത് ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡയറക്റ്റ് സ്ക്രൂ അടിക്കുന്നത് ഓവറായിട്ട് ടൈറ്റ് ആക്കിയിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ അത് ഓവർ ടൈറ്റ് ചെയ്താൽ തന്നെ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഓവറായിട്ട് ടൈറ്റ് ആകാത്ത രീതിയിൽ ഒരു ലൈറ്റായിട്ട് ജസ്റ്റ് ആ ഷീറ്റ് ഒന്ന് കൊണ്ടിരിക്കുന്ന രീതിയിൽ മാത്രം അടിക്കാനായിട്ട് അവരോട് പറയുക. ഓവർ ടൈറ്റിങ് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം മാക്സിമം ബീഡിങ്ങുകൾ അലുമിനിയത്തിൻ്റെ കീ ഹോള എന്ന് പറയുന്ന ചാനൽ ഉപയോഗിച്ച് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ എച്ച് കണക്ടറുകൾ ഉപയോഗിക്കുക, കൃത്യമായി സിലിക്കോൺ സിലിണ്ടർ ഉപയോഗിക്കുക. അതിനെക്കാട്ടി ഉപരി ഷീറ്റ് ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഇല്ലാത്ത പക്ഷം നമ്മൾ ഈ പറയുന്ന പോലെ ഇവിടെ ഇപ്പം 4 വർഷത്തിന് ശേഷം റീപ്ലേസ് ചെയ്യേണ്ട വന്നത് ഏകദേശം 35,000-40,000 രൂപയ്ക്ക് മുകളിൽ വരെയുള്ള ഷീറ്റാണ് നിസ്സാരമായിട്ട് 4 വർഷം കഴിഞ്ഞ ശേഷം റീപ്ലേസ് ചെയ്ത് നമ്മളിപ്പോൾ ജിയുടെ ലൈനർ അവിടെ കൊടുത്തിരിക്കുന്നു. കാര്യം വേറെ നിർവാഹമില്ല, അത് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വിളിച്ചത്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നതിനകത്ത് പ്രയോജനമില്ല. മെയിൻറ്റെയിൻ ചെയ്താലും ഈ പറഞ്ഞ 15,000-20,000 രൂപയ്ക്ക് അടുത്ത് വീണ്ടും നമുക്ക് ചിലവാകും. അതും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ കുറച്ച് സമയം മാത്രമേ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ പ്രയോജനപ്പെടും. പോളികാർബണിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചും കൂടെ അവർക്ക് ഇതൊരു ഉപകാരപ്രദമാകും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.